ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ് ഷോപ്പ് ബൈ ഗോപിക. അപ്പം ഈ വ്ളോഗ് നമ്മൾ ഇക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പോയതാണ് കേട്ടോ. ഇക്കു ആരാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇക്കു എൻ്റെ നാത്തൂൻ്റെ മോളാണ്. ആൾക്ക് 2 വയസ്സാവുകയാണ്. സെക്കൻഡ് ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഈ വരുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. നമ്മുടെ ഇന്നത്തെ താരം ഇതാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആൾ ഓടിയെത്തി. ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അകത്തുനിന്ന് ആൾ ഓടി വന്നു കേട്ടോ. അപ്പം അച്ചുവിനൊരു ടോയ് കാർ കിട്ടി. ആൾ അതേ കയറി കളിയാണ്. കുറേ നേരം അതിലൊക്കെ അങ്ങനെ ഇരുന്നു. കാറിലിരിക്കും, എഴുന്നേക്കും അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അച്ചുവും കൂടി കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അച്ചു അങ്ങനെ സെൽഫിക്കൊന്നും നിന്ന് തരാറില്ല. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. ആൾ പോസ് ചെയ്തൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അച്ചുവിന് അവിടുത്തെ ഗപ്പിയും കുറച്ച് ഗോൾഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് കളികളാണ്. കളി മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ട്. ഫിഷ് ടാങ്കിലോട്ട്, അക്വേറിയത്തിലോട്ട് ബലൂണിൻ്റെ പീസൊക്കെ ഇടുന്നുണ്ട്. ഫിഷിന് ചോറ് കൊടുക്കാനാ ഇത് ചോറാന്നൊക്കെ പറഞ്ഞിട്ട് ബലൂണിൻ്റെ പീസൊക്കെ എടുത്ത് ഫിഷ് ടാങ്കിലോട്ട് ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഫിഷെല്ലാം ചത്തുപോകും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾ കേൾക്കുന്നില്ല. അപ്പം ഞാൻ ഒന്ന് വഴക്കിട്ടപ്പോഴത്തേക്ക് അത് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ടോയ് കാറിലോട്ട് തന്നെയായി കളി. ഒത്തിരി ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ഡെക്കറേഷന് ഒത്തിരി ബലൂൺസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ആൾ കളിയാണ്. ഇടയ്ക്ക് കുറച്ച് ബലൂണൊക്കെ പൊട്ടിക്കും, പിന്നെ കുറച്ചൊക്കെ എടുത്ത് കളിക്കും. അങ്ങനെ ആ ടോയ് കാർ അവന് ഇഷ്ടപ്പെട്ടു. എപ്പോൾ വന്നാലും അതിൽ കയറിയിരുന്ന് കളിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആൾ കേക്ക് മുറിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടുവാണ്. കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുക ചിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പോസ് ചെയ്തൊക്കെ തന്നു കേട്ടോ. ആൾക്ക് അങ്ങനെ പോസ് ചെയ്ത് തരാനും ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞാൽ ആൾ ചെയ്തോളും. പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. അങ്ങനെ അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇടയ്ക്ക് അവളുടെ അമ്മയായിട്ട് തല്ലുപിടിക്കുന്നുമുണ്ട്. ഇതാണ് ബർത്ത്ഡേ ഗേളിൻ്റെ അമ്മ, എൻ്റെ നാത്തൂൻ, ഹസ്ബൻഡ്, പെങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ സെറ്റൊക്കെ ഡാൻസ് തുടങ്ങി. പിള്ളേർ സെറ്റെന്ന് പറയാനായിട്ട് ബാക്കി പിള്ളേരെല്ലാവരും ആദ്യമേ ഡാൻസ് കളിച്ച് ഒരു ഭാഗത്തോട് സൈഡായി. അപ്പോഴത്തേക്കുമാണ് ഇവിടെ അച്ചു തുടങ്ങുന്നത്. ബാക്കി കുട്ടികളൊക്കെ ഡാൻസ് കളിച്ച് കുഴഞ്ഞ് മാറി നിന്നപ്പോഴത്തേക്കാണ് അച്ചു ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. അപ്പോഴൊരു ബേബി ഉണ്ടായിരുന്നു, അവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. ആ വാവ ഇങ്ങനെ ഇവൻ്റെ കളിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ആ വാവ ടാങ്കിൻ്റെ അടുത്തോട്ട് വന്നു, നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും അച്ചു പെട്ടെന്ന് വലിയ ചേട്ടനെ പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ആ ബേബിക്ക് പറഞ്ഞു കൊടുക്കുക. കുഞ്ഞു പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചു വലിയ ചേട്ടനായിട്ട് മാറും. ആൾ ഭയങ്കര വലിയൊരാളിനെ പോലെയാണ് പിന്നെ കുഞ്ഞു പിള്ളേരോടൊക്കെ പെരുമാറുന്നത്. അപ്പം ഇത് മീനാ, ഇത് ഫിഷാന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ 2 മീനുണ്ട്, അപ്പോൾ അതിൽ തൊടാൻ പറ്റത്തില്ലെന്നൊക്കെ ആ ബേബിയോട് പറയുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരിക്കുന്ന ഷൂ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബേബിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കട്ടിങ് തുടങ്ങി. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബർത്ത്ഡേ ഗേളിനേക്കാളും കൂടുതലും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നിന്നിട്ട് ബർത്ത്ഡേ ഗേളിനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും മത്സരിച്ച് ബർത്ത്ഡേ ഗേളിൻ്റെ വായിലോട്ട് കേക്ക് വെച്ച് കൊടുക്കുക. ബർത്ത്ഡേ ഗേളിന് കേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ആദ്യം തന്നെ അവരവരുടെ വായിലോട്ട് കേക്ക് വെച്ച് കേട്ടോ. കാരണം കുട്ടികളുടെ ക്ഷമയൊക്കെ കഴിഞ്ഞായിരുന്നു. ക്ഷമയൊക്കെ കെട്ട് കഴിഞ്ഞ് കേക്ക് കൊണ്ട് വെച്ചിട്ട് ഒത്തിരി നേരമായി, ഒത്തിരി ലേറ്റായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് പിന്നെ കുട്ടികളൊന്നും വേറെ ആരെയും നോക്കിയില്ല. കേക്ക് കട്ട് ചെയ്ത് ആദ്യമേ തന്നെ എല്ലാവരും അവരവരാദ്യം കഴിച്ച്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബർത്ത്ഡേ ഗേളിന് കൊടുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മത്സരിച്ച് ബർത്ത്ഡേ ഗേളിന് വായിലോട്ട് കേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞത് ബർത്ത്ഡേ ഗേളിൻ്റെ മമ്മയും പപ്പിയുമായി ഇത് അവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്ന് കേക്കെടുത്ത് ഇക്കുവിന് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംസാരമാണ്. അകത്ത് നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും പുറത്തോട്ടിറങ്ങിയ സംസാരമാണ്. അപ്പോഴത്തേക്കും മഞ്ജു എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ. കേക്കിന്
കേക്കിനെ പറ്റി പറയാനായിട്ട് ഒരു രക്ഷയില്ല. അത്ര അടിപൊളി കേക്കാണ്. നമ്മുടെ മാരാരിയിലുള്ള കരോൾ കേക്ക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മുടെ ഫാമിലീസിൽ എന്ത് സെലിബ്രേഷൻ ഉണ്ടായാലും നമ്മൾ അവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. മാരാരിയിലാണ് അവരുടെ ഷോപ്പ്. കരോൾ കേക്ക്സ് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അച്ചു ഒന്നും കഴിച്ചില്ല. അച്ചുവിന് അപ്പോഴത്തേക്കും ഭയങ്കര വാശിയായി. കാരണം ആൾ ഉറങ്ങുന്ന ടൈമായി. കുറച്ച് കേക്ക് കഴിച്ചതേ ഉള്ളൂ. ഉറങ്ങുന്ന ടൈമായി. അപ്പോൾ ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയി. അപ്പോൾ നോക്കുമ്പോഴാണ് ഇക്കു അച്ചുവിൻ്റെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത് കാണുന്നത്. പിന്നെ അതിനായി പെട്ടെന്ന് വഴക്ക്. പിന്നെ ഞങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പെട്ടെന്ന് പോന്നു. അപ്പോൾ ബർത്ത്ഡേ വ്ലോഗും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.